ഹായ് ഓൾ, വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം PSCയുടെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ടൈപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്കായിട്ട് 2-3 നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന, അതായത് 30/6/2026 വന്ന നോട്ടിഫിക്കേഷനിൽ കാറ്റഗറി നമ്പർ 50/2026 ഇത് വരുന്നത് ഏതാണ്? യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിൽ വേക്കൻസിയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഇത് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച എക്സാം ആണ്, ഈ അടുത്ത് തന്നെ, അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക്, അതായത് നമ്മൾ ഡിഗ്രിയുള്ളവർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഇല്ലേ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ് വിളിച്ചിരിക്കുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 50/2026 ആണ്. 50/2026. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ഓർ ഇറ്റ്സ് ഇക്വാലന്റ്, 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. ദെൻ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ഹയർ വേണം. ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഇറ്റ്സ് ഇക്വാലന്റ്, കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. KGTE ടൈപ്പ് റൈറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോഴേക്ക് എടുക്കുന്നവരാണ് എങ്കിൽ ഓൾറെഡി വേർഡ് പ്രോസസ്സിങ്ങും കൂടി ഒരുമിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. എന്നാൽ 2002 മുൻപൊക്കെ എടുത്തവരാണ് എങ്കിൽ അവിടെ എന്താണ്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈക്വാലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഒരു യോഗ്യത എന്ന് പറയുന്നത് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം, മലയാളത്തിൽ ലോവർ ഗ്രേഡ്. അപ്പോൾ ആലോചിക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. KGTE ഇംഗ്ലീഷ് ഹയറും മലയാളം ലോവറും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കാറ്റഗറി നമ്പർ ഞാൻ പറഞ്ഞത് 50/2026 ആണ്. SSLC യോഗ്യതയുള്ളവർക്ക്, അതുപോലെ തന്നെ KGTE ഹയറും ഇംഗ്ലീഷിൽ ഹയറും മലയാളത്തിൽ ലോവറും ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സാധാരണ തന്നെ ടൈപ്പിസ്റ്റ്, മറ്റ് ഗ്രേഡ് 2 LD ടൈപ്പിസ്റ്റിൻ്റെ ഒക്കെ യോഗ്യതയിൽ വരുന്ന, സെയിം യോഗ്യതയിൽ വരുന്ന എക്സാം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇനി വരാനിരിക്കുന്ന 2025 അവസാനം കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? LD ടൈപ്പിസ്റ്റ് വേരിയസ്, അതേപോലെ തന്നെ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് LD ടൈപ്പിസ്റ്റ്, ഇതിൻ്റെയൊക്കെ എക്സാം വരാനിരിക്കുകയാണ്. ഏകദേശം നമുക്ക് തോന്നുന്നു ഒരു ഒക്ടോബറിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമും അതിൻ്റെ കൂടെ ഒരുമിച്ചായിരിക്കും നടത്താൻ സാധ്യത. അപ്പോൾ കഴിഞ്ഞ 2025 ഡിസംബർ അവസാനം വന്ന നോട്ടിഫിക്കേഷനിൽ LD ടൈപ്പിസ്റ്റ് വേരിയസ് ഉണ്ട്, അത് 631/2025 കാറ്റഗറിയിൽ. അതേപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് LD ടൈപ്പിസ്റ്റ് 744/2025. അതുപോലെ കമ്പനി ബോർഡ് ഗ്രേഡ് 2 ടൈപ്പിസ്റ്റ് വരുന്നത് 760/2025. അപ്പോൾ ഈ ഒരു എക്സാമുകളും അതേപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കമ്പ്യൂട്ടർ ഗ്രേഡ് 2 ഇതും ഒരുമിച്ച് എക്സാം, കാരണം സിലബസ് സെയിം തന്നെയാണ്, ഒരുമിച്ചായിരിക്കാം ചിലപ്പോൾ എക്സാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എക്സാം വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യോഗ്യത. 50/2026 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ഇനി വരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് 54/2026 എന്ന കാറ്റഗറി നമ്പറിൽ. അത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലേക്കാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അതും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം 50/2026 54/2026 ഇത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെ. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും അല്ലാതെ ഏജ് റിലാക്സേഷൻ ഉള്ളവർ ഉണ്ടല്ലോ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇതിൽ 3-5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എന്നാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാമാണ്. അത് എനി ഡിഗ്രിയാണ്. നമുക്ക് BA യോ BSc യോ BCom BBA യോ എനി ഡിഗ്രി
ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിഗ്രി ഉണ്ടാകണം. അതിനോടൊപ്പം തന്നെ പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ആസ് ഇക്വാലൻറ്റ്. അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് റൈറ്റിങ്ങും വേണം, ലോവർ ടൈപ്പ് റൈറ്റിങ്ങും വേണം, അതേപോലെ തന്നെ ഷോർട്ട് ഹാൻഡും അറിഞ്ഞിരിക്കണം. ഇപ്പം മറ്റേതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഹാൻഡ് അറിയണം എന്നില്ല. അതായത് നമ്മൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കണ്ടില്ലേ, ഗ്രേഡ് 2 അല്ല, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് 50/2026. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം ഇവിടെ എന്താണ്, ഷോർട്ട് ഹാൻഡ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് 2 നോട്ടിഫിക്കേഷനാണ് ഇപ്പം നിങ്ങളുടെ പ്രൊഫൈലിൽ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുക. ഇനി ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സെക്രട്ടേറിയൽ പ്രാക്ടീസോ അങ്ങനെയൊക്കെ പാസ്സായവരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇക്വാലൻസി ഏത് വെച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക, പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുക. ചിലർ പോളിടെക്നിക്കിൽ പഠിച്ചവരുണ്ടാകാം, അതേപോലെ തന്നെ ITയിൽ പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഏതാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ VHSCK ഒക്കെ പഠിക്കുന്നില്ലേ, അപ്പോൾ നിങ്ങൾ ഏതാണോ പഠിച്ചത് അതനുസരിച്ച് ഇക്വാലൻസി ആണെന്നുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. കാരണം ഒക്ടോബറിൽ, ഏറെക്കുറെ ഒക്ടോബറിൽ തന്നെ എക്സാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓൾറെഡി നേരത്തെ വന്ന നോട്ടിഫിക്കേഷൻ്റെയെങ്കിലും എക്സാം ഉണ്ടാവും. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും സിലബസ് ഒന്നാണ്. അപ്പോൾ ആദ്യം വന്ന 2025 അവസാനം വന്ന 3 എക്സാമിൻ്റെ സിലബസും ഇതിൻ്റെ സിലബസും സെയിം തന്നെയാണ്. ഇതിന് മുൻപൊക്കെ ഒരുമിച്ചാണ് എക്സാം നടത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് കാത്ത് ഒരു എക്സാം വരാനിരിക്കുന്നുണ്ട്. ഒക്ടോബറിലായിരിക്കാം. ടെൻറ്റേറ്റീവ് കലണ്ടർ വന്നപ്പോഴേ ഉണ്ടായിരുന്നു ഒരു സാധ്യത അല്ലേ. അപ്പോൾ ഒക്ടോബറിലായിരിക്കാം ഉണ്ടാവുക. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്, ഉഴപ്പേണ്ട സമയമല്ല. കാരണം ഏകദേശം ഒരു 3 മാസത്തോളം നമുക്ക് നല്ല പോലെ പഠിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ആ സമയത്ത് നല്ല പോലെ പഠിക്കുക. അപ്പോൾ I+ൽ ഈ ഒരു എക്സാമിന്, അതായത് ടൈപ്പിസ്റ്റ് ആയാലും കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആയാലും കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആയാലും ഇതിനെല്ലാത്തിനുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രീ വെബിനാർ, എന്തൊക്കെയാണ് ഇക്വാലൻസി, എങ്ങനെ പഠിക്കണം, അതൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. തകൃതിയായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. അപ്പോൾ I+നോടൊപ്പം ചേരുക പഠിക്കാനായിട്ട്. അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.